നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് പോവാം. നമുക്ക് ഈ UDF-നെയും കോൺഗ്രസിനെയും തകർക്കാൻ വേണ്ടിയിട്ട് സത്യത്തിൽ LDF-കാർ ഒന്നും ചെയ്യണ്ട, വെറുതെ കയ്യും കെട്ടി നോക്കി നിന്നാൽ മാത്രം മതി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ തന്നെ പരസ്പരം തല്ലി ആ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയെ നശിപ്പിച്ചോളും. നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. കേരളത്തിൻ്റെ വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് 2026 ഏപ്രിൽ മാസം 9 നടക്കാൻ പോകുന്നത്. വളരെ നിർണായകമായത്. അത് CPM-നെ സംബന്ധിച്ചാണെങ്കിലും അല്ലെങ്കിൽ LDF-നെ സംബന്ധിച്ചാണെങ്കിലും UDF-നെ സംബന്ധിച്ചാണെങ്കിലും. LDF-നെ സംബന്ധിച്ചൊരു തുടർഭരണം എന്ന് പറയുന്ന ഒന്നിലേക്ക് കുതിച്ചു കയറാൻ വേണ്ടി വെമ്പി നിൽക്കുന്ന ഒന്നാണ്. ഒരു പക്ഷേ സർവകാല റെക്കോർഡ് അല്ലെങ്കിൽ ഒരു ചരിത്രത്തിലേക്ക് ഇടം പിടിക്കാൻ പോകുന്നതിൻ്റെ ഒരു വെമ്പൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിൻ്റെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും സ്ഥാനാർത്ഥികൾക്കും എല്ലാവർക്കും ഉണ്ട്, ഒരു വെമ്പലുണ്ട്. എന്നാൽ അപ്പുറത്ത് നിൽക്കുന്ന UDF എന്ന് പറയുന്ന ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിൻ്റെ ഒരു ശ്രേണിയിലും ഇല്ലാതായി ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി അതിൻ്റെ അധപ്പതനത്തിലേക്ക് നീങ്ങുമെന്ന് തോന്നുന്ന ഒരു സാഹചര്യം ആ നിർണായക തെരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്ര നിർണായകമായ സ്ഥിതിവിശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പോലും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഐക്യപ്പെടൽ നടക്കുന്നില്ല നേതാക്കന്മാർ തമ്മിൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ തമ്മിലുള്ള അടി ഇനിയും അവസാനിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എവിടെയാണ് അടി നടക്കുന്നത്? ഇപ്പം നമ്മൾ വടക്കോട്ട് നോക്കിക്കോളൂ. വടക്കോട്ട് നോക്കുമ്പോൾ നമ്മൾ കണ്ണൂരിലേക്ക് എത്തി നിൽക്കുന്നു. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പേരാവൂർ എന്ന് പറയുന്ന നിയോജക മണ്ഡലം. അവിടെ ഒരു സിറ്റിംഗ് MLA ഉണ്ട്. ആ MLA-യുടെ പേര് സണ്ണി വക്കീൽ അല്ലെങ്കിൽ സണ്ണി ജോസഫ് എന്നാണ്. ഈ സണ്ണി ജോസഫ് തന്നെയാണ് KPCC-യുടെ അധ്യക്ഷനായി പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നത്. അപ്പോൾ KPCC സംസ്ഥാന അധ്യക്ഷൻ സ്ഥാനാർത്ഥിയാകുന്ന സിറ്റിംഗ് MLA ആയിരിക്കുന്ന പേരാവൂർ മണ്ഡലത്തിൽ നല്ല ശക്തമായ ഒരു മത്സരം നടക്കുന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ KK ശൈലജ എന്ന് പറയുന്ന ശൈലജ ടീച്ചറാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ശൈലജ ടീച്ചർ പരാജയപ്പെടുക കൂടി ചെയ്ത മണ്ണാണ് പേരാവൂരിൻ്റേത്. അപ്പോൾ പേരാവൂരിൽ അത്ര ശക്തമായ ഒരു മത്സരം നടക്കുമ്പോൾ തീർച്ചയായും കണ്ണൂരിലെ എല്ലാ പാർട്ടി സംവിധാനങ്ങളും പേരാവൂരിൽ എങ്ങനെയെങ്കിലും സണ്ണി വക്കീലിനെ ജയിപ്പിക്കണമെന്നുള്ള ഒരു ഉദ്യോഗത്തോടു കൂടി പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം. എന്നാൽ ഇപ്പോൾ അവിടെ അതാണോ നടക്കുന്നത്? അവിടെ നമുക്കെല്ലാവർക്കും അറിയാം, കണ്ണൂരിൻ്റെ കോൺഗ്രസ് ഫേസ് എന്ന് പറഞ്ഞാൽ സണ്ണി വക്കീലോ ആരും അല്ല. കണ്ണൂരിൻ്റെ കോൺഗ്രസ് മുഖം എന്ന് പറയുന്നത് K സുധാകരൻ തന്നെയാണ്. അദ്ദേഹം എത്ര പ്രായമായിരുന്നാലും ശരി, അദ്ദേഹം എത്രത്തോളം രാഷ്ട്രീയത്തിൽ അപ്രസക്തനായി പോയി കഴിഞ്ഞിരുന്നാലും ശരി, കണ്ണൂർ എന്ന് പറയുന്ന ഒരു നാടിനെ, ഒരു ജില്ലയെ അടയാളപ്പെടുത്തുന്ന ഒരു കോൺഗ്രസിൻ്റെ ഫേസ് എപ്പോഴും K സുധാകരൻ എന്ന് പറയുന്ന നേതാവാണ്. എന്നാൽ ആ K സുധാകരൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനം അദ്ദേഹം എടുത്തിരുന്നു. അദ്ദേഹം 2024 2 വർഷത്തിന് മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് നിയമസഭയിലേക്ക് 2026 നടക്കുന്ന നിയമസഭയിലേക്ക് മത്സരിക്കാൻ അതിയായ താല്പര്യമുണ്ടായിരുന്നു. ആ താല്പര്യത്തിലേക്ക് എത്തുന്നതിനും അങ്ങനെ തനിക്കൊരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനത്തേക്കോ എത്തണം എന്ന് അതിയായി ആഗ്രഹിച്ച ഒരാളാണ് K സുധാകരൻ. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലം AK ആന്റണി മന്ത്രിസഭയിൽ മുത്തങ്ങ സംഭവം നടക്കുന്ന സമയത്ത് K സുധാകരൻ എന്ന് പറയുന്ന ഒരാൾ വനമന്ത്രിയായിരുന്നു. അതിനുശേഷം പല ആവർത്തി ഉമ്മൻചാണ്ടി സർക്കാർ വന്നിട്ട് പോലും K സുധാകരൻ എന്ന് പറയുന്ന ഒരാൾക്കൊരു മന്ത്രിസ്ഥാനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഒരു MLA എന്നുള്ള നിലയിൽ പോലും ശോഭിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇത്രയും മുതിർന്ന നേതാവും KPCC-യുടെ അധ്യക്ഷനുമായിരുന്ന തന്നെ സംബന്ധിച്ചിടത്തോളം തനിക്കൊരു മന്ത്രിസ്ഥാനം അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു തീരുമാനം അന്ന് K സുധാകരൻ എടുത്തിരുന്നു. എന്നാൽ ആ പറയുന്ന തീരുമാനത്തെ കടത്തിവെട്ടിക്കൊണ്ട് താങ്കൾ മത്സരിക്കണമെന്നും താങ്കൾ മത്സരിച്ചേ മതിയാകൂ എന്ന് പറയുന്ന ഒരു നിലപാടെടുത്തത് അന്ന് K സുധാകരൻ്റെ ഉറ്റ തോഴനായി അനുയായിയായി ഒപ്പം കൈപിടിച്ച് നടന്നിരുന്ന സണ്ണി വക്കീലായിരുന്നു, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് ആയിരുന്നു എന്ന് പറയേണ്ടി വരും. എന്നാൽ കാലം ഏറെ കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ്? ഈ സണ്ണി വക്കീൽ K സുധാകരന് ഇറങ്ങിപ്പോയ വഴിയിൽ ഉടൻ തന്നെ KPCC അധ്യക്ഷനായി അവരോധിക്കപ്പെടുന്നു. ഈ പറയുന്ന K സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ കയ്യിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നു, പിന്നിൽ നിന്ന് മാറുന്നു, നിഴലിൽ നിന്ന് മാറുന്നു. തുടർന്ന് സ്വന്തമായ ഒരു പ്രസ്ഥാനമായി രൂപപ്പെട്ടു വരികയാണ് സണ്ണി വക്കീൽ ചെയ്യുന്നത്.
അങ്ങനെ സണ്ണി വക്കീൽ ഉയർന്നു വരികയും വി ഡി സതീശനെയും കെ സി വേണുഗോപാലിൻ്റെയും അടുത്ത ഒരാളായി വിശ്വസ്തനായ ഒരു നേതാവായി മാറാൻ ഈ പറയുന്ന സണ്ണി വക്കീലിന് കഴിഞ്ഞതോടുകൂടി കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിന് അപ്പുറത്തേക്ക് വളർന്നു പോകുന്ന ഒരവസ്ഥയെത്തി. ആ അവസ്ഥ എത്തിയപ്പോഴാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോപ്പുകൂട്ടൽ തുടങ്ങുന്നത്. അങ്ങനെ കേരളത്തിൽ കോപ്പുകൂട്ടൽ തുടങ്ങുന്നതിനോടനുബന്ധിച്ച് ഇതേ സണ്ണി വക്കീൽ തന്നെ കത്തെഴുതി കൊടുത്തു ഹൈക്കമാൻഡിന്. ഈ പറയുന്ന ആളെ ഇവിടെ കണ്ണൂരിൽ മത്സരിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്ന ശക്തമായ ഒരു കത്തെഴുതി കൊടുത്തിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളടക്കം പ്രചരിച്ചു തുടങ്ങി. ആ കത്തെഴുതിയത് സണ്ണി വക്കീലാണെന്നും അതിൻ്റെ അടിയിൽ ഒപ്പിട്ടിരിക്കുന്നത് സണ്ണി വക്കീലാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. എന്നാൽ അതൊരു ഫേക്കായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കേസോ കാര്യങ്ങളോ ഒക്കെ പോവാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും എങ്ങനെയാണ് KPCCയുടെ ലെറ്റർ പാഡ് കൃത്യമായി പുറത്തേക്ക് എത്തുന്നത്? അങ്ങനെ ഒരു ലെറ്റർ പാഡിൽ ഇതുപോലൊരു കത്ത് ഏത് രീതിയിലാണ് ഉണ്ടായത്? അപ്പം ഇങ്ങനെയൊരു കത്തില്ല എന്ന് ജനത്തെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ സണ്ണി വക്കീലെ നിലവിലുള്ളത്? അല്ല. അപ്പം ഈ രീതിയിലെല്ലാം നിന്നുകൊണ്ട് സ്വന്തം ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്ത് കാണേണ്ടിയിരുന്ന കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ പിന്നിൽ നിന്ന് കുത്തിയ കട്ടപ്പയായി മാറി ആര്? നമ്മുടെ സണ്ണി വക്കീൽ. അങ്ങനെ സണ്ണി വക്കീൽ പിന്നിൽ നിന്ന് കുത്തിയത് കൊണ്ട് തന്നെ സണ്ണി വക്കീലിനോട് കണ്ണൂരുള്ള കോൺഗ്രസ്സുകാർ മൊത്തം ഇടഞ്ഞു നിൽക്കുകയാണ്. ഇടഞ്ഞെന്ന് വെച്ചാൽ ഭീകരമായി ഇടഞ്ഞു നിൽക്കുകയാണ്. ഞങ്ങളിനിയിപ്പോൾ സണ്ണി വക്കീലിന് വേണ്ടി പ്രവർത്തിക്കില്ല, സണ്ണി വക്കീലിന് വോട്ട് ചെയ്യില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇത്രയും ചതി സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ ഒപ്പം കൊണ്ട് നടന്ന ഒരു നേതാവിനോട്, അത് കേരളം മുഴുവൻ ബഹുമാനിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവിനോട് കാട്ടിയപ്പോൾ അതിനെ ഏത് രീതിയിലായിരിക്കണം കണ്ണൂരിലെ കോൺഗ്രസ്സുകാർ കാണേണ്ടത്? ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. അവിടെ ന്യൂനപക്ഷ കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ പറയുന്നുണ്ട്, ഞങ്ങൾ ന്യൂനപക്ഷ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ കൂടെ നിന്നതിന് കാരണം ഈ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ കണ്ടുകൊണ്ട് തന്നെ ആയിരുന്നു എന്ന് അവിടുത്തെ ന്യൂനപക്ഷ കോൺഗ്രസിൽ നിന്നുള്ള ആൾക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ഇത് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു പൊതുവികാരം അവിടെ. അതുകൊണ്ട് പേരാവൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഈ പറയുന്ന സണ്ണി വക്കീലിനെ നിലം തൊടാതെ പറപ്പിച്ചു കളയും എന്ന് തന്നെയാണ് അവിടെയുള്ളവർ കൃത്യമായി വിശ്വസിക്കുന്നത്. അതായത് സണ്ണി വക്കീൽ എന്ന് പറയുന്ന ഒരു നേതാവിനെ ഇനി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളിനിയിപ്പോൾ സണ്ണി വക്കീലിനൊപ്പം ഇല്ല എന്നുള്ള നിലയിൽ തന്നെയാണ് അവർ പറയുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ എന്താണ്, പാർട്ടിയിൽ ഈ ന്യൂനപക്ഷം എന്ന് പറയുന്ന ഒന്നിനെ യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത ഒന്നാക്കി മാറ്റിയതും ഇതേ സണ്ണി വക്കീൽ തന്നെയാണ്. ഇത് പറയുകയാണ്. പിന്നെയോ എന്തിനാണ് ഇവരെ വേണ്ടത്? എപ്പോഴാണ് കേസിൽ കൊടുക്കാൻ വേണ്ടിയിട്ടും രക്തസാക്ഷിയാക്കാനും പണവും വോട്ടും നേടാനും വേണ്ടി മാത്രമായി അവിടുത്തെ ന്യൂനപക്ഷത്തെ കാണുകയായിരുന്നു സണ്ണി വക്കീൽ ചെയ്തത് എന്ന ഒരു വ്യാപകമായ ഒരു പ്രചരണമാണ് ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവിടെ പേരാവൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ സണ്ണി വക്കീൽ എന്ന് പറയുന്ന ഒരു നേതാവ് കാശിന് വിലയില്ലാത്തവനാണെന്നും ഒരു ഘട്ടത്തിൽ പോലും ആ മനുഷ്യൻ്റെ വാക്ക് വിശ്വസിക്കാൻ കൊള്ളാത്തതാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് കണ്ണൂരിൽ നിന്ന് ലഭിക്കുന്നത്. അല്ലെങ്കിലും സത്യമല്ലേ, സ്വന്തം സഹോദരനെ പോലെ ഒപ്പം കൂട്ടിച്ചേർത്ത് കൂടെ കൊണ്ട് നടന്ന ഒരു നേതാവിനെ പിന്നിൽ നിന്ന് കുത്തി ഏറ്റവും ഒടുവിൽ ആ നേതാവിനെ ഇനിയും സ്ഥാനാർത്ഥിയാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കത്തെഴുതി അയക്കുന്നു. കത്തെഴുതി അയച്ചുകൊണ്ട് ഹൈക്കമാൻഡിൽ പ്രഷർ ചെലുത്തുന്നു. ബാക്കിയുള്ളവർക്കാർക്കും സുധാകരനോട് താല്പര്യമില്ല. വി ഡി സതീശനാണെങ്കിൽ തന്നെ സുധാകരനോട് ഒട്ടും താല്പര്യമില്ല. കെ സി വേണുഗോപാലിന് ഒരു താല്പര്യവുമില്ല. കാരണം ഈ കെ സുധാകരൻ കേരളത്തിൽ മത്സരത്തിന് ഇറങ്ങിയാൽ പലരുടെയും മുഖ്യമന്ത്രി സ്വപ്നങ്ങൾക്ക് വലിയൊരു തടസ്സമായി കെ സുധാകരൻ മാറും. അപ്പോൾ കെ സുധാകരനെ ഒരു കാരണവശാലും ഇവിടെ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ നിലം തൊടിയിക്കരുത് എന്ന് ഏറെക്കാലമായി, 1-2 വർഷമല്ല, ഏറെക്കാലമായി കരുതിക്കൂട്ടി തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നവരാണ് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാർ. അതായത് ഇപ്പം ഏറ്റവും ഒടുവിൽ ഇതാണ് പറഞ്ഞത്, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ തനിയെ വിട്ടാൽ മതി, ഒരു മുറിക്കുള്ളിൽ 10 കോൺഗ്രസ്സുകാരെ കയറ്റി കഥ അടച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം 2 മണിക്കൂറിൽ തമ്മിൽ തല്ലി ചാവും. അതാണ് കോൺഗ്രസിൻ്റെ ഒരു ജനുസിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത്, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ഇല്ലാതാക്കാൻ ഇടതുപക്ഷക്കാർ ഏറെ പരിശ്രമിക്കേണ്ടതില്ല. കോൺഗ്രസ്സുകാരെ തന്നെ മാത്രമായി ഒരിടത്തേക്ക് വിട്ടാൽ മതി, അവർ തന്നെ തമ്മിലടിച്ചങ്ങ് തീർന്നോളൂ. അതാണ് ശരിക്കും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ഒരു ഉൾക്കാമ്പ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഒരുപക്ഷെ മുൻപുണ്ടായിരുന്ന ഏതൊക്കെയോ മുതിർന്ന നേതാക്കന്മാരുടെ ശാപം ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഗ്രസിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.